ഹായ് എവ്രി വൺ, ഹൗ ആർ യു ഡൂയിങ്? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, അപ്പോൾ ഇന്ന് ആരൊക്കെയുണ്ട് സൺഡേ സ്കൂളിൽ പുതിയ ലെസൺ പഠിക്കാനായിട്ട്? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ആൻറ്റി പേര് വിളിക്കാം. വാട്ട് യു ടു ഡു? യു ടു റേസ് യുവർ ഹാൻഡ്. ഓക്കെ, നിങ്ങൾ അവിടുന്ന് കൈ പൊക്കിയിട്ട് ആൻറ്റിക്കൊരു ഹായ് പറയണം. ഓക്കെ, ഹായ് ക്രിസ്, ഹായ് നത്താനിയൽ, ഹായ് ലയാൻ, ഹായ് ജോന, ഹായ് എൽഷ, ഹായ് സാം. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു സ്റ്റോറി പഠിക്കാം. അപ്പം നമ്മൾ സ്റ്റോറി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചിരിക്കാമോ? ഓക്കെ, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ലെറ്റ്സ് പ്രേ. Heavenly Father, here we are, your children. Lord, we want to study your word. Lord, as we are going to study your word through a new story, Lord, be with us, Lord Father. Fill us with your Holy Spirit. God, give us the wisdom to understand your word, Father, Lord. Whatever we learn today, Lord, help us to remember that throughout our life and apply it in our lives. We pray in the name of Jesus. Amen. ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡാനിയലിൻ്റെ സ്റ്റോറി പഠിച്ചു അല്ലേ? ഡാനിയലിൻ്റെ സ്റ്റോറി പഠിച്ചു. ഇന്ന് നമുക്ക് വേറൊരു ആളുടെ സ്റ്റോറി പഠിക്കാം. വി വിൽ സ്റ്റഡി അബൌട്ട് വൺ പേഴ്സൺ ബൈ നെയിം ഗിഡിയൻ. ഓക്കെ, ഗിഡിയൻ, who was a person who didn't have any courage. Later, God made him a mighty warrior for Israelites. Okay, so ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഗിഡിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഓക്കെ, ഈ ഗിഡിയൻ എന്ന് പറഞ്ഞ ആൾ വളരെ പേടിയുള്ള ഒരാളായിരുന്നു. പിന്നെ ദൈവം എങ്ങനെയാണ് ഗിഡിയനെ ഇസ്രായേൽക്കാരുടെ വാരിയറാക്കി മാറ്റിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ പഠിച്ചില്ലേ ഇസ്രായേലൈറ്റ്സിനെ പറ്റി? ഓക്കെ, അപ്പോൾ ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? മോസസിനെയും ആരനെയും ഒക്കെ ലീഡേഴ്സ് ആക്കിയിട്ട്, പിന്നെ ജോഷുവേനെ ലീഡറാക്കിയിട്ട് ദൈവം ഇസ്രായേലൈറ്റ്സിനെ എന്താ ചെയ്തത്? ഈജിപ്തിൽ നിന്ന് അവരെ സേഫായിട്ട് അവരെ രക്ഷിച്ച് കൊണ്ടുവന്നു. പക്ഷേ ഇസ്രായേലിലെ ആൾക്കാരെന്താ ചെയ്തെന്നറിയോ? അവർ ബാഡ് തിങ്സ് ചെയ്തു, പിന്നെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ എനിമീസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അവിടെ മിഡിയനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരുണ്ടായിരുന്നു. മിഡിയനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അവരെപ്പോഴും വന്നിട്ട് ഇസ്രായേലിലെ ആൾക്കാരോട് വാർ ചെയ്യും, അവരോട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇസ്രായേലിലെ ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ല ലീഡർ ഇല്ലായിരുന്നു, ഒരു വാരിയർ ഇല്ലായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പേടിച്ച്, ഈ മിഡിയനൈറ്റ്സിനെ പേടിച്ച് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ദൈവം ഒരു ആളെ ചൂസ് ചെയ്തു. അവർക്ക് വാരിയറായിട്ട് ദൈവം ഒരാളെ ചൂസ് ചെയ്തു. ഓക്കെ, ആ ആളാണ് ആരാ? ഗിഡിയൻ. അപ്പോൾ ദൈവം എങ്ങനെ ഗിഡിയനെ ചൂസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഫൈനലി എങ്ങനെ ഗിഡിയനെ ദൈവം ഒരു മൈറ്റി വാരിയറാക്കി മാറ്റിയെന്ന് ആൻറ്റി പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ആൻറ്റി കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം, ഗിഡിയൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഈ ലെസൺ പഠിക്കാം. ഓക്കെ, സോ ആൻറ്റി പറഞ്ഞില്ലേ ഗിഡിയൻ ഒരു നോർമൽ മാനായിരുന്നു. ഗിഡിയന് നല്ല പേടിയുള്ള ഒരു നോർമൽ മാനായിരുന്നു. മിഡിയനൈറ്റ്സിനെല്ലാം പേടിച്ച് ഇരുന്ന ഒരു ആളായിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു ദിവസം ഗിഡിയൻ്റെ ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ വീറ്റ് ത്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറ്റിയത്? സഡൻലി ഒരു ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയറായി. കാണാമോ? ഒരു ഏഞ്ചൽ കണ്ടോ? സഡൻലി ഒരു ഏഞ്ചൽ വന്നിട്ട് വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു ഏഞ്ചൽ വന്നിട്ട് അവിടെ ഗിഡിയൻ്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ, ഗിഡിയൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വീറ്റ് ത്രഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീറ്റ് ഗ്രെയിൻസിനെ, ആ ഗോതമ്പിൻ്റെ ആ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ ഏഞ്ചൽ വന്നിട്ട്
ഗിഡിയനോട് എന്താ പറഞ്ഞേ? ഗിഡിയനോട് പറഞ്ഞു, ദ ലോർഡ് ഈസ് വിത്ത് യു മൈറ്റി വാരിയർ. ഗിഡിയനോട് പറഞ്ഞു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഗിഡിയന് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഒത്തിരി ധൈര്യമൊന്നുമില്ലല്ലോ, എന്നെ എന്തിനാ വാരിയർ എന്ന് വിളിക്കുന്നത്? വാരിയർ എന്ന് പറഞ്ഞ ആരാ? വാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറേജിയസ് ആയിട്ടുള്ള, നല്ല സ്ട്രെങ്ത് ഉള്ള, നല്ല ആർമീനെയൊക്കെ ലീഡ് ചെയ്യുന്ന ആളല്ലേ. ആരുടെയെങ്കിലും കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് അതിൻ്റെ ലീഡറായിട്ടിരിക്കുന്ന ആളാണ് വാരിയർ. പക്ഷേ ഗിഡിയൻ ആരായിരുന്നു? ഗിഡിയൻ ഒരു നോർമൽ മാൻ ആയിരുന്നു. അപ്പോൾ ഗിഡിയന് ഡൗട്ടായി. ഗിഡിയൻ ചോദിച്ചു, ബട്ട് ഇഫ് ദ ലോർഡ് ഈസ് വിത്ത് അസ്, വൈ ഹാസ് ഓൾ ദിസ് ഹാപ്പൻ ടു അസ്? എന്താ ഞങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ ഇസ്രലൈറ്റ്സിനിപ്പം എങ്ങനെ ഇത്രയും കഷ്ടമൊക്കെ വരണത്? എങ്ങനെ ഞങ്ങൾ മിഡിയനൈറ്റ്സിൻ്റെ കൂടെ ഞങ്ങൾ ഫെയിലിയർ ആവണത്? ഞങ്ങൾക്ക് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്ന ഗോഡ് ഈസ് വിത്ത് യു എന്നും പറഞ്ഞ് എന്താ ചെയ്തത്? ഗിഡിയൻ്റെ ഡൗട്ട് ആ ഏഞ്ചലിനോട് ചോദിച്ചു. ഓക്കെ, സോ അപ്പോൾ ഏഞ്ചൽ പറഞ്ഞു, ഗോ ഇൻ ദ സ്ട്രെങ്ത് യു ഹാവ് ആൻഡ് സേവ് ഇസ്രായേൽ ഔട്ട് ഓഫ് ദ മിഡിയനൈറ്റ്സ് ഹാൻഡ്. അപ്പോൾ ഏഞ്ചൽ പറയുക, നീ പോയിട്ട് ഈ ഇസ്രായേലിലെ ആൾക്കാരെ എല്ലാം മിഡിയനൈറ്റ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അവരെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗിഡിയൻ പറഞ്ഞു, ഗിഡിയൻ ഭയങ്കര എന്താ പറ്റിയ, ഗിഡിയന് പേടിയായി. പിന്നെ ഗിഡിയന് ഡൗട്ടായി, അയ്യോ എനിക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും, ഞാനൊരു നോർമൽ മാൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഗിഡിയൻ പറഞ്ഞു, ലോർഡ് പാർഡൺ മീ, ഹൗ കെൻ ഐ സേവ് ഇസ്രായേൽ? ഞാനൊരു നോർമൽ മാനാ, ഹൗ ഡു ഐ സേവ് ദെം? ഐ ഡോണ്ട് ഹാവ് എനി സ്പെഷ്യൽ എബിലിറ്റീസ്, ഹൗ ഡു ഐ ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഡിയൻ ഏഞ്ചലിനോട് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഏഞ്ചൽ ഓഫ് ദ ലോർഡ് പറഞ്ഞു ഗിഡിയനോട്, ഐ വിൽ ബി വിത്ത് യു ആൻഡ് യു വിൽ സ്ട്രൈക്ക് ഡൗൺ ദ മിഡിയനൈറ്റ്സ് ലീവിങ് നൺ അലൈവ്. അപ്പോൾ എന്താ പറഞ്ഞ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ആൻഡ് നീ ആ മിഡിയനൈറ്റ്സിനെ എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് അവരെ സ്ട്രൈക്ക് ചെയ്യാനുള്ള പവർ ഞാൻ നിനക്ക് തരാം. സോ ഡോണ്ട് ബി അഫ്രൈഡ്, ഐ വിൽ ബി വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ആ ഗോഡിൻ്റെ ഏഞ്ചൽ ഗിഡിയനോട് പറയും. ഓക്കെ, സോ ഗിഡിയൻ പക്ഷേ നല്ല ഡൗട്ടുള്ള ഒരാളാണ്. ഗിഡിയന് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഡിയൻ അത് വിശ്വസിച്ചില്ല. ഓക്കെ, അപ്പോൾ ഗിഡിയൻ എന്താ പറഞ്ഞതെന്നറിയോ? അപ്പോൾ ഗിഡിയൻ ഏഞ്ചലിനോട് പറഞ്ഞു, ഇഫ് നൗ ഐ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ യുവർ ഐസ്, ഗീവ് മീ എ സൈൻ ദാറ്റ് ഈസ് റിയലി യു ആർ ടോക്കിംഗ് ടു മീ. സോ ഗിഡിയൻ പറഞ്ഞു, ഇത് റിയലി ഗോഡാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എനിക്കതിനൊരു പ്രൂഫ് വേണം, എനിക്കതിനൊരു സൈൻ വേണം. എന്നിട്ട് ഗിഡിയൻ എന്നിട്ട് ഏഞ്ചലിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു സൈൻ വേണം, എനിക്കൊരു പ്രൂഫ് വേണം ദാറ്റ് ഗോഡ് ഈസ് ടോക്കിംഗ് ടു മീ. ഓക്കെ, എന്നിട്ട് ഗിഡിയൻ ഏഞ്ചലിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വാട്ട് ഹി ഡിഡ് യു നോ? വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ഏഞ്ചലിനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഗിഡിയൻ പോയിട്ട് എന്താ ചെയ്തത്? ഗിഡിയൻ്റെ ഫാമിൽ നിന്ന് ഒരു നല്ല ഗോട്ടിനെ എടുത്തിട്ട് അതിനെ കിൽ ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് ഉണ്ടാക്കി. ആ ആടിനെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് ബ്രെഡും പ്രിപ്പയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഗിഡിയൻ എന്താ ചെയ്തത്? അത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, കണ്ടോ? ആ സ്റ്റോണിൻ്റെ മുകളിൽ ദൈവത്തിന് ഓഫറിംഗ് ആയിട്ട് ഗിഡിയൻ അത് അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഇതെന്താ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നറിയോ? സോ ദോസ് ഡേയ്സ് പീപ്പിൾ യൂസ് ടു സാക്രിഫൈസ് മെനി ഐറ്റംസ് ടു ഗോഡ്. ഓക്കെ, സോ അവർ ഓഫറിംഗ് ആയിട്ട് കുറേ സാധനങ്ങൾ അവർ ദൈവത്തിന് സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ഫുഡ് ഐറ്റംസ്, ക്രോപ്സ്, പിന്നെ ക്യാറ്റിൽ, ബേർഡ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവർ ഓഫറിംഗ് ആയിട്ട് ദൈവത്തിന് കൊടുക്കുമായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഈ ഗിഡിയൻ ആ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ആ റോക്കിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്താ ചെയ്തത്? ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഏഞ്ചലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ്, ഒരു കോലുണ്ടായിരുന്നു, ആ കോല് വെച്ചിട്ട് ആ ഫുഡിനെ തൊട്ടു.
കണ്ടോ, ടച്ച് ചെയ്തു, ആ മീറ്റിനെയും പിന്നെ ബ്രെഡിനെയും ടച്ച് ചെയ്തപ്പോൾ സഡൻലി അതിനകത്ത് നിന്ന് എന്താ ഉണ്ടായത്? ഫയർ ഉണ്ടായി. തീയില്ലേ, തീ അറിയില്ലേ നിങ്ങൾക്ക്? മമ്മി കുക്ക് ചെയ്യുമ്പോൾ സ്റ്റൗവിൽ കാണില്ലേ നിങ്ങൾ തീ? അങ്ങനത്തെ തീ ഉണ്ടായി. ഓക്കെ, സോ ദൈവം God was happy with Gideon's offering, and what he did, it was consumed by the fire. ആ ഫയറിൽ ആ മീറ്റും പിന്നെ ആ ബ്രെഡും എന്താ പറ്റിയത്? അത് കൺസ്യൂം ആയിപ്പോയി, അത് അവിടുന്ന് ഇല്ലാതെ ആയിപ്പോയി. ഓക്കെ, സോ ഗോഡ് ടുക്ക് ഹിസ് ഓഫറിങ്. സഡൻലി ദ ഏഞ്ചൽ ഓൾസോ ഡിസപ്പിയർഡ്. The meat also got it got burnt with the fire as an offering to God, and later the angel also disappeared. Suddenly angelനെ കാണാതെയായി. ഓക്കെ, പക്ഷേ ഗിഡിയന് ഭയങ്കര പേടിയായി. ഗിഡിയൻ പേടിയുള്ള ആളല്ലായിരുന്നോ? സോ ഹി വാസ് അഫ്രൈഡ് ബിക്കോസ് he spoke to the angel of the Lord. So he was very afraid. പക്ഷേ ദൈവം എന്താ പറഞ്ഞത് അവനോട്? ദൈവം പറഞ്ഞു, Peace, do not be afraid, you are not going to die. Let you have peace, don't get afraid. നീ പേടിക്കണ്ട, you need not worry that God is with you. Okay, so you are not going to die, you don't get afraid of it, that I have spoken to you. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്? ഗിഡിയന് മനസ്സിലായി ദൈവം തന്നെയാണ് ഗിഡിയനോട് സംസാരിച്ചതെന്ന്. എന്നിട്ട് ഗിഡിയൻ എന്താ ചെയ്തെന്നറിയോ? നെക്സ്റ്റ് ഗിഡിയൻ ഒരു ഓൾട്ടർ ഉണ്ടാക്കി, അവിടെ സ്റ്റോൺ എല്ലാം വെച്ചിട്ട് ഒരു ഓൾട്ടർ ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഗിഡിയൻ അവിടെ ഓഫറിങ് എല്ലാം ദൈവത്തിന് കൊടുത്തു. എന്നിട്ട് ആ പ്ലേസിന് ഗിഡിയൻ ഒരു പേരിട്ടു. ഹി നെയിംഡ് ദാറ്റ് പ്ലേസ് ആസ് ദ ലോർഡ് ഈസ് പീസ്. ഓക്കെ, സോ ഹി നെയിംഡ് ദാറ്റ് പ്ലേസ് ആസ് ദ ലോർഡ് ഈസ് പീസ്. ആ ഓൾട്ടർ ഉണ്ടാക്കിയിട്ട് അതിനൊരു പേര് കൊടുത്തു. ഓക്കെ, സോ ലേറ്റർ വാട്ട് ഹാപ്പൻഡ്? ഗിഡിയൻ, ബിക്കോസ് he was faithful and he obeyed God, what God did? God made Gideon a mighty warrior. Okay, see here, Gideon, who was a coward, God made him a mighty warrior. You can see here, right? ഇത് നമുക്ക് പിന്നെ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാം ഇതിൻ്റെ സ്റ്റോറി. എങ്ങനെയാണ് ഗിഡിയൻ ഈ ഇസ്രലൈറ്റ്സിൻ്റെ വാരിയറായിട്ട് ലീഡ് ചെയ്ത് മിഡിയനൈറ്റ്സിൻ്റെ കൂടെ എല്ലാം ഫൈറ്റ് ചെയ്തതെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, സോ ബിക്കോസ് ഹി ഒബേഡ് ഗോഡ് ആൻഡ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് സ്ട്രെങ്തൻഡ് ഹിം. ഓക്കെ, സോ ദൈവം എന്താ ചെയ്തത്? ദൈവം ഗിഡിയന് നല്ല കറേജ് കൊടുത്തു, നല്ല സ്ട്രെങ്ത് കൊടുത്തു, പവർ കൊടുത്തു. ഏറ്റവും കവേർഡായിട്ടിരുന്ന ഗിഡിയനെ ദൈവം ഒരു വാരിയറായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ദൈവം നമ്മളോട് എന്താ ഇന്ന് പറയുന്ന ഈ സ്റ്റോറിയും കൊണ്ട്? ദൈവം ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മളോട് പറയുന്നത് നമ്മളും ദൈവത്തിന് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണം, ദൈവം പറയണത് ഒബേ ചെയ്യണം. എന്നിട്ട് ദൈവം നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയും. ഓക്കെ, മേ ബി ഈവൻ ഇഫ് യു ആർ ടു സ്മോൾ നൗ ഓർ വെൻ യു ഗ്രോ അപ്പ്, ഹി വിൽ ടെൽ us ടു ഡു ഫ്യൂ തിങ്സ്. ഓക്കെ, സോ നിങ്ങൾ സ്മോൾ ചിൽഡ്രൻ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സ്മോൾ തിങ്സ് ചെയ്യാൻ പറയും. Okay, so God may tell you to learn Bible verses, to study well, to help others by ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയും. പിന്നെ നിങ്ങൾ ബിഗ് ബോയ്സും ബിഗ് ഗേൾസ് ആകുമ്പം ദൈവം നിങ്ങൾക്ക് വേറെ കുറച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറയും. ഓക്കെ, പിന്നെ നിങ്ങൾ വലിയ യൂത്തായിട്ട് പിന്നെ വലിയ അഡൾട്ട്സ് ആകുമ്പോൾ ദൈവം നിങ്ങളോട് പിന്നെയും കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറയും. ഹി വിൽ ടെൽ us to do so many things, okay, that we have to help others. ഇപ്പോൾ ഗിഡിയൻ കണ്ടോ, ഇസ്രലൈറ്റ്സിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഒരു വാരിയറായിട്ട്. സോ അതുപോലെ ദൈവം നമ്മളോടും പല കാര്യങ്ങളും നമ്മളോട് ചെയ്യാൻ പറയും. എങ്ങനെ പറയുന്നത്? നമ്മുടെ പേരൻസ് വഴിയായിട്ട്, നമ്മുടെ ടീച്ചേഴ്സ് വഴിയായിട്ട് ദൈവം നമ്മളോട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ നോ പറയാതെ നമ്മൾ ചെയ്യണം. ആൻഡ് ഡു യു നോ വൺ തിങ്? ഇഫ് ഗോഡ് ഈസ് ടെല്ലിങ് us ടു ഡു സംതിങ്, ഡെഫിനറ്റ്ലി ഹി വിൽ ഗിവ് us ദ സ്ട്രെങ്ത് ടു ഡു ദാറ്റ് വർക്ക്. ഓക്കെ, ദൈവം നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ
നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് തരും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങളെല്ലാം ഫസ്റ്റ് ടൈം നഴ്സറി സ്കൂളിൽ പോയപ്പം നിങ്ങൾക്കെല്ലാം പേടിയായില്ലേ? എത്ര പേര് കരഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ പോകത്തില്ല, അപ്പ ഞാൻ സ്കൂളിൽ പോകത്തില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്? യെസ്, മെനി ഓഫ് യു ക്രൈഡ്, റൈറ്റ്? ഓക്കെ, പക്ഷേ ഇപ്പോൾ നൗ യു ലൈക്ക് ടു ഗോ ടു സ്കൂൾ, നോ? You like to go to school, you like to come to Sunday school, you want to learn new stories. Yes, so who has given you the strength? God has given you the strength. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ്, നിങ്ങൾക്ക് ABCD എഴുതാൻ അറിയത്തില്ലായിരുന്നു, ഒന്നും പഠിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ദൈവം നിങ്ങളോട് സ്കൂളിൽ പോകാൻ പറഞ്ഞു, ദൈവം നിങ്ങളോട് സൺഡേ സ്കൂൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, പുതിയ പുതിയ സ്റ്റോറീസ് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. സോ whenever God gives us any work, He will strengthen us. So we need not get worried or get afraid of it. Okay, fine. ആൻഡ് എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ പപ്പയോടും മമ്മിയോടും ഈ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയണം. ഓക്കെ, എന്നിട്ട് എല്ലാവരും മെമ്മറി വേഴ്സ് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ മെമ്മറി വേഴ്സ് എന്താണെന്ന് നോക്കാം. Okay, so today's memory verse is, it is taken from the book of Judges. Okay, so ആൻറ്റി റെഫറൻസ് പറയാം, നിങ്ങളെല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. Judges 6 verse 12. പറഞ്ഞേ, Judges 6 verse 12. The Lord is with you, mighty warrior. The Lord is with you, mighty warrior. So easy, right? അപ്പോൾ എല്ലാവരും ഇന്ന് മെമ്മറി വേഴ്സ് പഠിച്ചിട്ട് ഇന്നെല്ലാവരും വൈകിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ സെഷനിൽ വരണം കേട്ടോ. പിന്നെ നിങ്ങൾ ആ മെമ്മറി വേഴ്സ് പറയണം, പിന്നെ ആൻറ്റിക്ക് റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ ലോർഡ് ഈസ് വിത്ത് യു മൈറ്റി വാരിയർ എന്ന് ആരാ പറഞ്ഞത്? ദ ഏഞ്ചൽ ഓഫ് ദ ഗോഡ് ആ ഗിഡിയനോട് പറഞ്ഞ ഒരു വേഴ്സാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് പഠിക്കണം. ഓക്കെ, ഫൈൻ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ബുക്കിലുള്ള ആ ലെസണിലുള്ള ആ പിക്ചർ നിങ്ങളെല്ലാവരും കളർ ചെയ്യണം. പിക്ചർ കളർ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറയണം കേട്ടോ. അമ്മയോട് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, why did God make the Midianites to invade Israel? The answer is, the Israelites did evil in the eyes of the Lord. ദൈവം എന്തുകൊണ്ടാണ് ഇസ്രലൈറ്റ്സിനെ മീഡിയനൈറ്റ്സിൻ്റെ കയ്യിൽ കൊടുത്തത്? ഇസ്രലൈറ്റ്സ് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how many years did God give Israel in the hands of Midianites? 7 years. ദൈവം ഇസ്രായേലിന് എത്ര വർഷമാണ് മിദ്യാനൈറ്റ്സിൻ്റെ കയ്യിൽ കൊടുത്തത്? അത് 7 വർഷം, 7 years. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ആൾട്ടർ ബിൽറ്റ് ബൈ ഗിഡിയൻ? ഗിഡിയൻ ഉണ്ടാക്കിയ ആ ആൾട്ടറിൻ്റെ പേരെന്താണ്? ദ ആൾട്ടർ വാസ് നെയിംഡ് ആസ് ദ ലോർഡ് ഈസ് പീസ്. ആൾട്ടറിൻ്റെ പേര് ദ ലോർഡ് ഈസ് പീസ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലെസൺ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. ഓക്കെ, ഫൈൻ. Lord Father, we thank you for this time, Lord. We thank you for helping us to learn a new lesson today. Lord, help us to be faithful and obedient like Gideon. Lord, many times we get afraid to do things, Lord, which you ask us to do. But we, through this lesson, through this story, we understand that you will enable us to do whatever you want us to do. Father, we pray that you will strengthen us, Lord, to do the things you want us to do. Lord, I pray for each and every student of this class. Lord Father, I pray for Nathaniel, I pray for Chris, I pray for Lion, I pray for Sam, Joanna and Elsha. Lord, bless them, Lord Father. Help them to grow as your children. Lord Father, be with them, Father Lord, in their growth. Lord, help them to understand your word.
in the simplest way, Father, and the truth in it. Father, I pray that you will enable them to grow as your children. Thank you for hearing our prayers. We pray in the name of Jesus. Amen. Amen. Okay. Okay. Bye. Ellarkum bye. See you next week.